വരേണമേ, വേഗം വരേണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവവചനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ ദൈവവചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ വചനത്തിൻ്റെ ശക്തിയാൽ സംഭവിച്ച കാര്യമാണ് ഈ സഹോദരി എഴുതി അറിയിച്ചിരിക്കുന്നത്. ഈ സഹോദരിയുടെ പേര് ആലീസ് ജോൺ, സ്ഥലം പത്തനംതിട്ട. വളരെ സന്തോഷത്തോടെയാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ടെലിവിഷനിലൂടെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രഘോഷിക്കുന്ന ദൈവവചനം പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ആ സമയത്ത് അച്ഛൻ നിയോഗങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ പ്രധാന പ്രശ്നം എനിക്ക് കണ്ണീരും ഉമിനീരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് 4 വർഷത്തിലധികമായി. ഉമിനീർ ഇല്ലാത്തത് കാരണം എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. വായും നാക്കും ചുണ്ടും എല്ലാം വരണ്ട് പൊട്ടിക്കീറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. എരിവ്, ഉപ്പ്, തണുപ്പ് ഇതൊന്നും എൻ്റെ വായിൽ വെക്കാൻ പറ്റില്ല. 4 വർഷം തുടർച്ചയായി അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഇങ്ങനെയുള്ള നിരവധി ട്രീറ്റ്മെൻറ്റുകൾ ഈ കാര്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. തുടർച്ചയായി മരുന്നുകൾ കഴിച്ചു. ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 12/4/2009 ഏപ്രിൽ മാസത്തിൽ ദൈവവചനം ടെലിവിഷൻ തുറന്ന് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അട്ടപ്പാടി സെഗിയോൺ ടീമിനോട് ചേർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ വചന പ്രഘോഷണത്തിൽ പറഞ്ഞതുപോലെ വിശ്വസിച്ചു. പതിവ് പോലെ ഞാൻ അതിനുശേഷം ഇഡ്ഡലി കഴിക്കാൻ എടുത്തു. സാമ്പാർ അല്പം കഴിക്കാറില്ല, എന്നാൽ അന്ന് അല്പം ഒഴിക്കാൻ തോന്നിച്ചു. അങ്ങനെ അല്പം സാമ്പാർ ഒഴിച്ച് കഴിച്ചു. എരിവ് തോന്നിച്ചില്ല, നല്ല രുചിയും തോന്നി. പിന്നെ ഞാൻ കൂടുതൽ കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല. ഉമിനീരും കുറച്ച് വരാൻ തുടങ്ങി. വായുടെ വരൾച്ച മാറുകയും എൻ്റെ വായിൽ ഉമിനീരുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് എൻ്റെ അസ്വസ്ഥതകളൊന്നും എന്നെ അലട്ടുന്നില്ല. എൻ്റെ ദൈവം എന്നെ പരിപൂർണമായും സുഖപ്പെടുത്തി. ഈ വിവരം ഫോണിലൂടെ ഞാൻ ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും എല്ലാവരും അറിയിച്ചു. ഞാൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് എഴുതി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. അതുകൊണ്ടാണ് ഈ എഴുത്ത് അയക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് കോടാനുകോടി മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സങ്കീർത്തനം 119:72. 1000 പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിന് അഭികാമ്യമാണ്. ഓ ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ അത്യത്ഭുത ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ മേൽ വ്യാപരിക്കാൻ തിരുവള്ളമാകണമേ. ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചിട്ടുള്ള ഓരോ മകനെയും കുടുംബത്തെയും സമൂഹങ്ങളെയും
അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ ദൈവമക്കൾ വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന, വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തടസ്സമായി നിൽക്കുന്ന ക്ഷീണം, മന്ദത, മരവിപ്പ്, മടുപ്പ്, ആത്മീയമായ ഒരു തുറവിയില്ലായ്മ, ഹൃദയകാഠിന്യം, വിശ്വാസക്കുറവ്, ഭക്തിരാഹിത്യം, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ ഈ ദൈവമക്കൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നരകീയ സേനകളെയും, ദുരാത്മഭൂതങ്ങളെയും, പൈശാചിക ശക്തികളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുരാത്മാവെ, ദൈവവചനത്തോട് മല്ലടിക്കുന്ന, ആത്മീയ കാര്യങ്ങളോട് വിമുഖത കാണിക്കുന്ന അന്ധകാര സേനകളെ നസ്രായന നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ദൈവമക്കളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അവ എൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം അത് വിജയപ്രദമായി ചെയ്യും. ദൈവമായ കർത്താവ് പ്രവാചകൻ്റെ അധരങ്ങളിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. അവ ഫലരഹിതമായി തിരിച്ചു വരില്ല. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അവ ഫലരഹിതമായി തിരിച്ചു വരില്ല. ദൈവത്തിൻ്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരില്ല. അത് അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ദൗത്യം അത് നിറവേറ്റും. എൻ്റെ ദൗത്യം അത് വിജയപ്രദമായി ചെയ്യും. അത് ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്തിട്ടേ അത് തിരിച്ചു വരികയുള്ളൂ. ദൈവത്തോട് ഏറ്റവും അധികം വിശ്വസ്തത പുലർത്തുന്ന ദൈവത്തിൻ്റെ ദൗത്യവാഹകനാണ് ദൈവം അരുളി ചെയ്ത ഓരോ വചനങ്ങളും. അത് ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ചെയ്തിട്ടേ അത് മടങ്ങുകയുള്ളൂ എന്ന് തിരുലിഖിതങ്ങളിൽ ദൈവം പ്രഖ്യാപിക്കുകയാണ്. അതാണ് യെശയ്യാ 55-ാം അധ്യായം 10ഉം 11 തിരുലിഖിതങ്ങൾ. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അവ ഫലരഹിതമായി തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം അത് വിജയപ്രദമായി ചെയ്യും. ഉറപ്പോടെ കർത്താവ് തരുന്ന വാഗ്ദത്തമാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളിത് വിശ്വസിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഈ ലോകത്തുള്ള ഏത് സുരക്ഷാ ഭടന്മാരെക്കാളും ഏത് കമാൻഡോകളെക്കാളും ശക്തമായ സംരക്ഷണം തരുന്നതും ശക്തമായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഈ വ്യക്തി മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാഴക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് എഴുതുന്നത്. ഞങ്ങളുടെ പ്രശ്നം 28 വയസ്സുള്ള എൻ്റെ ആങ്ങളയുടെ മകളുടെ വിവാഹം നടക്കുന്നില്ല എന്നതാണ്. അവൾക്ക് 18 വയസ്സിൽ ഹാർട്ട് ഓപ്പറേഷൻ നടന്നതാണ്. അത് കഴിഞ്ഞ് MSc കമ്പ്യൂട്ടർ സയൻസ് വരെ പഠിച്ച് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നു. 4 വർഷമായി ഡോക്ടർമാരുടെ അനുവാദത്തോടെ വിവാഹം ആലോചിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവനും വേദനിക്കുകയാണ്. വയസ്സ് 28 കഴിയാൻ പോവുകയാണ്. കുടുംബത്തിന് മുഴുവൻ വേദനയാണ്. അങ്ങനെ വേദനിച്ച് കഴിയുമ്പോൾ 2009 ഫെബ്രുവരി മാസം 8-ാം തീയതി ടെലിവിഷനിലൂടെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിനുള്ള വചന ശുശ്രൂഷകളിൽ അവർ പങ്കുചേരുകയാണ്.
അങ്ങനെ വചന ശുശ്രൂഷ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രഘോഷിക്കപ്പെട്ട വചനം വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനം അത്ഭുതം ചെയ്യുമെന്ന് അവർ കേട്ട് സങ്കീർത്തനം 35-27 എൻ്റെ നീതി നടപ്പാക്കി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ, തൻ്റെ ദാസൻ്റെ ശ്രേയസ് സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് പറയട്ടെ. സങ്കീർത്തനം 35-27. അവർക്കത് കേട്ടപ്പോൾ വലിയ ബോധ്യമായി. ദൈവത്തിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൽ ആഹ്ലാദിച്ചാൽ സംഭവം നടക്കും എന്നതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടി. അവർ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഫെബ്രുവരി മാസം 23 നോമ്പ് തുടങ്ങുന്നത് കാരണം 3 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുകയാണെങ്കിൽ ഇത് ഞാൻ എഴുതി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ച നേർന്നു. അതിൻ്റെ പരിണത ഫലമായി പിറ്റേ ആഴ്ച തന്നെ ഒരു നല്ല വിവാഹാലോചന വന്നു. ഇവളുടേതുപോലെ തന്നെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതും MCOM MBA വിദ്യാഭ്യാസമുള്ളതും ഇപ്പോൾ ദുബായിൽ ജോലി നോക്കുന്നതുമായ ഒരാളായിരുന്നു അദ്ദേഹം. ഈ രോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചു. 2 പേര് സന്തോഷത്തോടെ ഇരുകൂട്ടരെ സ്വീകരിച്ചു. അങ്ങനെ ഏപ്രിൽ 29 അവരുടെ വിവാഹം നടന്നു. ഞങ്ങൾ ദൈവത്തിന് മഹത്വ സ്തുതി അർപ്പിക്കുന്നു. അവർ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വചനങ്ങളിൽ വിശ്വസിച്ച് എൻ്റെ ദൈവം പറഞ്ഞ ഓരോ വാക്കും നടക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ നടന്നു. അതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ വായിക്കുന്നത്. ദൈവം ജെറമിയായോട് ചോദിച്ചു, ജെറമിയ നീ എന്തു കാണുന്നു? ജെറമിയ പറഞ്ഞു, കർത്താവേ, ഒരു ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ശാഖ. കർത്താവ് പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. എൻ്റെ ഓരോ വാക്കും നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ജെറമിയ 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എൻ്റെ ഓരോ വാക്കും നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മളത് വിശ്വസിക്കണം. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. സ്നേഹം നിറഞ്ഞ അച്ഛന്, ഞാൻ വയനാട്ടിൽ നിന്നും എഴുതുന്നു. ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്താനാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മുതൽ 9 മണി വരെ പ്രഖ്യാപിക്കുന്ന ദൈവവചന ദൂതകളാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം. അപ്പോൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന് തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണാറുള്ള വ്യക്തിയാണ് ഈ ലിജ പോൾ. അപ്പോൾ അവൾ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ 6 മാസം മുമ്പ് പൂന ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഞാനങ്ങനെ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ ഒരിക്കൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് ദുബായിൽ ജോലി കിട്ടിയ ഒരു വിശ്വാസിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. ആ സമയത്ത് പറഞ്ഞ വചന പ്രഘോഷവും ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ആ വചനങ്ങളിൽ മുറുകെ വിശ്വസിച്ച്, ഞാൻ ഉറക്കെ വിശ്വസിച്ച്, ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, വചനപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടായി. എനിക്ക് ജിദ്ദയിലേക്കുള്ള ജോലി ശരിയായി. ഞാൻ ജിദ്ദയിലേക്ക് ജോലിക്ക് പോവുകയാണ്. ആ സഹോദരി സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലിജ പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് വയനാട്ടിൽ നിന്ന്. നോക്കുക, വചനം കേട്ടു, അത് വിശ്വസിച്ചു, അതുപോലെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചു, പ്രാർത്ഥിച്ചു, അതുപോലെ സംഭവിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുലിഖിതം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ, അദ്ദേഹം പഠിക്കാൻ വലിയ കഴിവുള്ള ആളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വലിയ ബുദ്ധിമാനൊന്നും ആയിരുന്നില്ല. പരീക്ഷകളിൽ പലപ്പോഴും തോക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷകളിൽ പലപ്പോഴും തോറ്റെങ്കിലും ഒരുപാട് പരീക്ഷകൾക്ക് മിക്കവാറും തോക്കും. അങ്ങനെ തോറ്റ് പ്രൊഫസർമാർ പറഞ്ഞു, ഇദ്ദേഹത്തെ വൈദികനായി ഉയർത്താനായിട്ടുള്ള പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല, ബുദ്ധിശക്തി ഒന്നുമില്ല, ഇദ്ദേഹത്തെ വൈദികനായി ഉയർത്താൻ പാടില്ല. എന്നാൽ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഒരു കാര്യം ചെയ്തിരുന്നു. അദ്ദേഹം കൂടെ കൊന്ത ചൊല്ലും. അദ്ദേഹം വിശുദ്ധന്മാർ ജീവചരിത്രങ്ങളൊക്കെ വായിക്കും, ബൈബിൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ജ്ഞാനമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ബൈബിൾ വായിക്കും, അദ്ദേഹം കൂടെ കൊന്ത ചൊല്ലും, വിശുദ്ധന്മാരെ ജീവചരിത്രങ്ങൾ വായിക്കും, കുർബാന ഭക്തിപൂർവ്വം പങ്കുചേരും. ഇതൊക്കെ വിശുദ്ധ ജോൺ മരിയ
വ്യാനി പുണ്യാളൻ ചെയ്തിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം അദ്ദേഹത്തെ പുറന്തള്ളി, പ്രൊഫസർമാർ പുറന്തള്ളി, സഹപാഠികളുടെ ഇടയിൽ അദ്ദേഹം പിന്തള്ളപ്പെട്ടു. അദ്ദേഹം പലതരത്തിലുള്ള ഹ്യൂമിലിയേഷൻസ് സഹിക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം ബൈബിൾ വായിച്ചു, അദ്ദേഹം കൊന്ത ചൊല്ലി, അദ്ദേഹം കുർബാന ഭക്തിയോടെ പങ്കുചേർന്നു, അദ്ദേഹം വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ചു. എന്തായാലും ദൈവം അദ്ദേഹത്തെ നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം അത്ഭുതകരമായി ദൈവം ബിഷപ്പിൽ ഇടപെട്ട് അത്ഭുതകരമായി ഓർഡിനേഷൻ സ്വീകരിച്ചു. അദ്ദേഹം ഒരു കുഗ്രാമത്തിലേക്ക് ബിഷപ്പ് അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹം അവിടെ വചനവും വിശുദ്ധി ജീവിതവും മുറുകെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരം ഇടപെടാൻ തുടങ്ങി. ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം അന്നത്തെ കാലത്ത് ഫ്രാൻസിൽ അന്ധകാരം നടമാടിയിരുന്നപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹത്തിലൂടെ ദൈവം ഫ്രാൻസ് രാജ്യത്ത് ഇന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികരുടെയും മധ്യസ്ഥരായി വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. എല്ലാ പണ്ഡിതന്മാരുടെയും സകല ഡോക്ടർമാരുടെയും എല്ലാവരുടെയും മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൽ 99-100 വാക്യങ്ങൾ, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. വൃദ്ധന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. ജോൺ മരിയ വിയാനി പുണ്യാളൻ മുറുകെ പിടിച്ചൊരു കാര്യമാണ്, എൻ്റെ എല്ലാ പണ്ഡിതന്മാരെക്കാൾ, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. എൻ്റെ എല്ലാ വൃദ്ധന്മാരെക്കാൾ എനിക്ക് ജ്ഞാനമുണ്ട്, കാരണം അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. ഇത് ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. സങ്കീർത്തനം 119, 99, 100 വചനങ്ങൾ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ലോകത്തിൻ്റെ വ്യർത്ഥതയിൽ നിന്ന് അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് തിരിക്കണമേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും സത്യമാണെന്നും അത് ഓരോ വാക്കും അന്വർത്ഥമാകുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനങ്ങൾ അത്ഭുതം ചെയ്യും. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അവ ഫലരഹിതമായി തിരിച്ചു വരില്ല. കർത്താവിൻ്റെ വചനങ്ങൾ അത്ഭുതം ചെയ്യും. ഇത് വിശ്വസിക്കാനുള്ള കൃപ തരണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ദൈവവചനത്തോട് മല്ലടിച്ച് ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ദുരാത്മാവെ വിട്ടുപോവുക. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറനാഥ. Come, Lord Jesus. ദിവ്യകാരുണ്യ രൂപനായി സഭയിൽ വസിക്കുന്ന രക്ഷിതാവായ യേശു കർത്താവ്, സാത്താൻ അത്യധികം ഭയന്ന് ഞെട്ടിവിറയ്ക്കുന്ന സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഓരോ തരത്തിലുള്ള ദുഷ്ടാത്മ പീഡകളിൽ നിന്നുള്ള വിടുതലിനായി ആഗ്രഹിക്കുക. 2 കരങ്ങളും യേശുനാഥൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യേശുവിനെ വിളിക്കുക. യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, അങ്ങയുടെ തിരുശരീരത്തിൽ നിന്നും ശക്തി ഇപ്പോൾ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, ആധിപത്യ ശക്തികൾ, അന്ധകാര സേനകൾ, ദുഷ്പ്രഭുത്വങ്ങൾ, ദുർബാധകൾ, ദുർഭൂതങ്ങൾ, ദുർശക്തികൾ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഇടിമിന്നൽ പോലെ നിബദിക്കട്ടെ. സാത്താനെയും അവൻ്റെ ദൂതഗണങ്ങളെയും നസ്രായന നാമത്തിൽ ശാസിച്ച് ബന്ധിച്ചു കെട്ടുന്നു. ഈ കുടുംബങ്ങളിൽ നിന്നും ഈ വ്യക്തികളിൽ നിന്നും ദുഷ്ടാത്മാവെ എന്നേക്കുമായി വിട്ടൊഴിഞ്ഞ് നിത്യനരകാഗ്നി നിബദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറനാഥ. കാഞ്ഞിരപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 5 മാസം മുമ്പ് ഒരു വണ്ടി ആക്സിഡൻറ്റ് മൂലം വലത് കൈ വട്ടം ഒടിഞ്ഞു പോയി. വലത് കാലല്ല, വലത് കൈ വട്ടം ഒടിഞ്ഞു പോയി.
കൈയും വെച്ച് കെട്ടി പ്ലാസ്റ്റർ കെട്ടി. ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത്രയ്ക്കും ഒടിവ് ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ജീവൻ ടി വിയിലൂടെ മാറാനാത്ത എന്നൊരു പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 മണി മുതൽ 6:30 വരെ സംപ്രേഷണം ചെയ്യുന്നത് ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ ഈ മാറാനാത്ത പ്രോഗ്രാമിൻ്റെ സമയത്ത് ടി വി ഓണാക്കി ആ ജീവൻ ടി വി ചാനൽ തുറന്ന് വെച്ച് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ട് കൈയുടെ ഭാഗത്ത് തൊട്ടിട്ട് യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഈ ചേട്ടനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒടിഞ്ഞിരുന്ന എല്ലുകൾ കിരുകിരാന്ന് കൂടിച്ചേരുന്ന ഒരു അനുഭവം തോന്നി. പിറ്റേ ദിവസം തന്നെ ജോലിക്കിറങ്ങി. അപ്പോൾ ഏത് കൈ അത്? ഈ കൈ. അപ്പോൾ പിന്നെ പ്ലാസ്റ്റർ നേരെ പിറ്റേ ദിവസം തന്നെ പ്ലാസ്റ്റർ എടുത്ത് കളഞ്ഞു. ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിയാതെ പ്ലാസ്റ്റർ തുടരുതെന്ന് പറഞ്ഞിരുന്നാണ്. ഈ മാറാനാത്ത പ്രോഗ്രാം കഴിഞ്ഞ് അസ്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേരണം. ഈ ചേട്ടന് മനസ്സിലായി യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, മാറാനാത്ത പ്രോഗ്രാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വട്ടം ഒടിഞ്ഞു പോയി അസ്ഥി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നത് പോലെ ഒരു ശബ്ദവും ഒരു ഒച്ചയും ഒരു അനക്കമൊക്കെ കൂടെ ഇതിനുള്ളിൽ പ്ലാസ്റ്ററിനുള്ളിൽ കിടന്ന് നടക്കണത്. പ്ലാസ്റ്ററിനുള്ളിലായിരുന്നോ? പ്ലാസ്റ്ററിനുള്ളിൽ കിടന്ന് നടക്കണത് ചേട്ടൻ അനുഭവപ്പെട്ടു. ഉടനെ തന്നെ ചേട്ടൻ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ആ പ്ലാസ്റ്റർ എല്ലാം കൊണ്ട് വെട്ടിക്കള. ഡോക്ടർ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എടുത്തോ, കുഴപ്പമില്ല, ഈശോനെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഡോക്ടർ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചേട്ടൻ നിർബന്ധിച്ചു, ഡോക്ടർ ധൈര്യമായിട്ട് എടുത്തു മാറ്റൂ ഡോക്ടർ എന്ന് പറഞ്ഞ് ആ പ്ലാസ്റ്റർ മൊത്തം ഡോക്ടറെ കൊണ്ട് വെട്ടിച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഒരു ജോലിക്ക് ഇറങ്ങി. യാതൊരു കുഴപ്പമില്ലാതെ ഇലക്ട്രിക്കൽ വർക്കാണ് എനിക്ക്. യാതൊരു കുഴപ്പമില്ല, ജോലി ചെയ്യാൻ പറ്റി, വണ്ടി ഓടിക്കാനും പറ്റി, യാതൊരു കുഴപ്പമില്ല ഇന്ന് വരെ. വണ്ടി പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ദേഹം മൊത്തം ചൊറിച്ചിലായിരുന്നു. അത് പിന്നെ തൈല അഭിഷേകത്തെ പ്രാർത്ഥന സമയത്ത് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. പിന്നെ ഈശോൻ്റെ വലിയ അബദ്ധങ്ങളും പറയാൻ പറ്റാത്ത അനുഗ്രഹം ജീവിതത്തിൽ ചൊരിഞ്ഞു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ എന്റെ ആത്മാവിനാലാണ് എൻ്റെ പേര് രാജേഷ് വർഗീസ്. ഞാൻ പാലക്കാട് ഒലോക്കോട് ഇടവകയെന്ന് വരുന്നു. ഞാനൊരു ഉന്നതമായിട്ടുള്ളൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായി. കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ഒരാഴ്ചത്തെ ധ്യാനം ഇവിടെ വന്ന് കൂടി. അപ്പോൾ കൗൺസിലിങ്ങിൽ ബ്രദർ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അപ്പോൾ ദൈവം നിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഞാൻ വചനം വായിക്കാനും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും ശ്രമിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരു ജർമ്മൻ കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടി. അതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ 3 ലെവൽ ഇൻ്റർവ്യൂ ആയിരുന്നു. എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ ആളുകൾ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ ഹാളിൽ ഇരുന്നിട്ട് ഞാൻ ഒരു പാട്ടുണ്ട് അച്ഛൻ ഇവിടെ പാടുന്നത്, സൈന്യ ബലത്താലല്ല, ആ പാട്ട് ഞാൻ പാടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇൻ്റർവ്യൂ ടൈമിൽ. അതിനുശേഷം ഞാൻ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു 41 വിശ്വാസ പ്രമാണവും 7 ഇത്രയും ദയുള്ള മാതാവേ ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 3 ലെവൽ ഇൻ്റർവ്യൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്കൊരു കോൾ ലെറ്റർ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നലെ ഞാൻ 5:15 ഇങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്യാൻ ട്രെയിനിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അതുവരെ എനിക്ക് കോൾ വരാത്തപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ നാളെ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇതുവരെ കോള് വന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാനത് മനസ്സിൽ വിചാരിച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു, നിങ്ങളെ സെലക്ട് ചെയ്തു, എന്നാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. കരങ്ങളടിച്ച് ആത്മാവിനാണ്